ഇപ്പോൾ സമയം രാവിലെ 5:30. അപ്പം നേരത്തെ എണീക്കും. അയർലൻഡിൽ വന്നതിന് ശേഷം അപ്പൻ്റെ ഒരു പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, സിനിമ കാണുക, അതൊക്കെയാണ്. ഞാനും അമ്മയും ഇന്നലെ അപ്പത്തിന് അരച്ച് വെച്ചു, നന്നായിട്ട് പൊങ്ങി വന്നു. അതിന് ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അങ്ങനെ ഞങ്ങൾ രാവിലെ പാലപ്പമൊക്കെ ഉണ്ടാക്കി, അതിൻ്റെ കൂടെ നല്ല ചമ്മന്തിപ്പൊടിയും മുട്ടക്കറിയും ഒക്കെ ഉണ്ടാക്കി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ ആണ്. മമ്മിക്ക് ബർത്ത്ഡേ ആണെന്ന് അറിയാമെങ്കിലും എനിക്കത് ഓർമ്മയുണ്ടെന്ന് മമ്മിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. ഞാൻ രാവിലെ പുറത്ത് പോകുന്ന കള്ളം പറഞ്ഞിട്ട് നേരെ കടയിൽ പോയിട്ട് നമ്മൾ മമ്മിക്കൊരു ബർത്ത്ഡേ കേക്കൊക്കെ മേടിച്ചു. ഞാൻ പതുക്കെ ആരും അറിയാതെ തിരിച്ച് വീട്ടിൽ വന്നപ്പം പപ്പ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ പപ്പേനെയും കൊണ്ട് നമ്മളിതൊക്കെ എല്ലാം മെഴുകുതിരി എല്ലാം സെറ്റാക്കി ഞാനും പപ്പയും പതുക്കെ നൈസായിട്ട് അടുക്കള വഴി അകത്ത് കയറി. മമ്മി ശരിക്കും ഞെട്ടിപ്പോയി. മമ്മി ശരിക്കും ഞാൻ തിരിച്ചിപ്പം വരത്തില്ലെന്നാണ് വിചാരിച്ചിരുന്നത്. ഞാൻ വൈകുന്നേരം തിരിച്ചു വരുമെന്നാണ് മമ്മി വിചാരിച്ചിരുന്നത്. പക്ഷെ മമ്മി എന്നെ കണ്ടപ്പോൾ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. ഭയങ്കര ഹാപ്പിയായി മമ്മിയെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെല്ലാവരെയൊക്കെ വിളിച്ചിട്ടാണ് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തത്. അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം, അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ സമയത്ത് തിരിച്ചു വരുമെന്ന്. ഞാൻ ഇപ്പോൾ രാവിലെ ഇങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്, ഞാൻ ഇപ്പോഴേ വരില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആണ്ടൂനെയും അമൂലിനെയും എല്ലാം വിളിച്ച്, നിമ്മായും ജിമ്മിച്ചാനെയും എല്ലാവരെയും വിളിച്ച്, പിന്നെ ലോഡിച്ചാനെ വിളിച്ച്. നമ്മൾ ലോഡിച്ചാനെ വിളിച്ചപ്പോൾ ലോഡിച്ചാൻ എടുത്തില്ല, ലോഡിച്ചാൻ ബിസി ആയിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കണക്ട് ചെയ്തു, എല്ലാവരും കൂടെ ഒരുമിച്ച് കേക്ക് മുറിച്ചു. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. നമ്മൾ കുറച്ച് നേരം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് സംസാരിച്ച് കേക്കൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നു. അമ്മയുടെ ബർത്ത്ഡേ അടിപൊളി ഒരു ബർത്ത്ഡേ ആയിട്ട് ആഘോഷിച്ചു. നന്നായിട്ട് അമ്മ ഭയങ്കര ഹാപ്പിയായി എല്ലാവരുടെയും കൂടി ഇരുന്ന്. അമ്മയ്ക്ക് ചെറിയൊരു ഗിഫ്റ്റും കാർഡും ഒക്കെ മേടിച്ചായിരുന്നു. അതെല്ലാം കൊടുത്ത് അമ്മ. പിന്നെ ചെറിയൊരു ചെടി മേടിച്ചായിരുന്നു. അമ്മയ്ക്ക് ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടം, ഇവിടുത്തെ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചെറിയൊരു ചെടിയും കൂടെ മേടിച്ചു. പിന്നെ എന്നിട്ട് നമ്മൾ അമ്മയുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ബിരിയാണിയും സാലഡും എല്ലാം ഉണ്ടാക്കി ഉച്ചയ്ക്കത്തേന് ബിരിയാണി ആയിരുന്നു ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ വെറുതെയൊക്കെ ഇരുന്ന് വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ചായയൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്കും മായ വന്നു. മായ നമ്മുടെ ഓണറിൻ്റെ പട്ടിക്കുട്ടനാണേ. അവൻ ആക്ച്വലി മമ്മീനെയും പപ്പേനെയും കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവന്. അതുകൊണ്ട് ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ അവർ സംസാരിക്കും. അവന് ഇടയ്ക്കിടയ്ക്ക് വരും ഇങ്ങനെ പുറകെ കൂടെ കറങ്ങാനായിട്ട്. പപ്പയും അമ്മയും അവനെ മായൻകുട്ടി എന്നാണ് വിളിക്കുന്നത്. പപ്പയുടെ അമ്മയുടെ തനതായ ഒരു പേരൊക്കെ അവനിട്ടിട്ടുണ്ട്. ഇതെൻ്റെ പാൻറ്റാണ്, അത് എൻ്റെ കാറിൻ്റെ മുകളിലാണ് മമ്മി ഉണക്കാനിട്ടേക്കുന്നത്. അമ്മയുടെ വിചാരം ഇത് നാടാണെന്നുള്ള രീതിയിലാണ്. പക്ഷേ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. അവരിവിടെ വന്ന് പുറത്തൊക്കെ ഇരിക്കുമ്പം ഉള്ള ഭയങ്കര ഒരു ഹാപ്പിനെസ്. അങ്ങനെ കുറച്ച് നേരം പുറത്ത് നിന്ന് അത്യാവശ്യം നല്ലൊരു വെയിലുള്ള ദിവസമാണ്. അവിടെ നമ്മൾ കുറച്ച് നേരം പുറത്ത് നിന്ന് വെയിലൊക്കെ കൊണ്ടു. നമ്മളവിടെ നിന്ന് അത്രയും ടൈമും മായൻകുട്ടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവനും കുറച്ച് നേരം അവിടെ നിന്ന് നമ്മുടെ കൂടെ ചാടിത്തുള്ളി കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ഇന്ന് വൈകുന്നേരം നമ്മൾ ചപ്പാത്തിയും ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മളൊരു പടമൊക്കെ കണ്ടിട്ട് നമ്മൾ കിടന്നുറങ്ങി രാത്രിയായപ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.
ചെയ്യണം. പിന്നെ അങ്ങനെ